കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ആദ്യത്തെ സെഷനിൽ വലിയവനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്കൊരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി. ഇനി നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നാം എന്തിനാണ് ഈ ഉപവാസം ഇങ്ങനെ മാസത്തിൽ വെക്കുന്നത്? ഇതൊരു ചടങ്ങല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും നടക്കുന്നതാണല്ലോ. എല്ലാ മാസവും ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ദിവസം ഒന്ന് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, തിരുമേശയൊക്കെ പങ്കെടുക്കാം. ഇതൊരു ചടങ്ങായി മാറ്റേണ്ട കാര്യമല്ല. എന്തിനാണ് നാം ഇങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവവുമായി നാം അടുക്കുന്നതിന് സമയം കണ്ടെത്തുകയാണ്. നമുക്കറിയാം, ദൈവത്തോട് എപ്പോഴും നമുക്ക് അടുത്തിരിക്കണം, നാം എപ്പോഴും അടുത്തിരിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊരു അനുഭവമുണ്ട്. അങ്ങനെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നന്നായി ഒന്ന് കാണുവാൻ കഴിയുന്നത്. ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം വരുന്നത് അവിടെയാണ്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വചനത്തിന് മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ച് മാറ്റേണ്ട ഭാഗങ്ങളൊക്കെ മാറ്റി, അല്ലേ, കുറവുകളൊക്കെ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ വിശേഷമായ കൃപ പകരും, നമ്മെ നിറയ്ക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പം ഇങ്ങനെ നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ശരിക്കും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവവചനം കേട്ട് ദൈവാലോചന പ്രാപിച്ച് നാം ശക്തരായി മാറുകയാണ്. അങ്ങനെ മാറുന്നില്ലെങ്കിൽ ഇത് കേവലം ഒരു ചടങ്ങാണ്. എല്ലാ മീറ്റിംഗ് പോലെ വന്ന് പ്രാർത്ഥിച്ചു പാടി ദൈവവചനം കേട്ട് പോകുന്നു എന്നത് മാത്രമേ ഉള്ളെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. പകരം ഈ ഉപവാസ പ്രാർത്ഥന സാധാരണ പോലെയുള്ളൊരു പ്രാർത്ഥനയല്ല. ഇത് എനിക്ക് കുറച്ച് ശക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇതെൻ്റെ കുറവുകൾ കണ്ടുപിടിച്ച് ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള സമയമാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും എന്നെ തന്നെ താഴ്ത്തുവാനുമുള്ള സമയമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ച് ദൈവമുമ്പാകെ താഴ്ത്തുന്നുവെങ്കിൽ ഈ ഉപവാസം, ഈ പ്രാർത്ഥനകൾ, ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു നിയോഗം, ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? ആരെയാണ് ദൈവം മാനിക്കുന്നത്? ആരെയാണ് ദൈവം ഉയർത്തുന്നത്? അതിൻ്റെ ഉത്തരം, ദൈവം എന്നോട് ഇടപെട്ടത് ദൈവത്തെ ക്രമമായി, ചിട്ടയായി, ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരെയുമാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവാനുഗ്രഹത്തിനൊരു ക്രമമുണ്ട്, ദൈവാനുഗ്രഹത്തിനൊരു ചിട്ടയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മളത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കത്തില്ല. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരും അറിയണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് പറ്റില്ല. അതിന് ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണം. 63-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതിൽ നല്ല പ്രസംഗിക്കുന്നത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ അവിടെ പറയുന്നത്? ദൈവമേ, നീ എൻ്റെ ദൈവം, ആദികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ആദികാലത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവം, ആദികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. തീർന്നില്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു.
ഇന്ന് പകൽക്കാലം ആർക്കാ അനുഗ്രഹം? ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം. എനിക്കൊരു ദാഹമുണ്ട്. ആമേൻ, ഞാൻ ഉണങ്ങി വരണ്ട അനുഭവത്തിലാ. ആമേൻ, ഞാൻ ഉശ്വര മരുഭൂമി പോലെ ആയിരിക്കുകയാ. ആമേൻ, എന്റെ ഉള്ളം ദാഹിക്കുന്നു. കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, ഞാൻ നിനക്കായി ദാഹിക്കുന്നു. എത്ര പേർക്കൊരു ദാഹമുണ്ട്? ഒരാത്മപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ദാഹം എത്ര പേർക്കുണ്ട്? എനിക്കൊരു ദൈവശക്തി പ്രാപിക്കണമെന്ന ദാഹം എത്ര പേരുടെ അകത്ത് ഇന്ന് രാവിലെ ഉണ്ട്? സ്തോത്രം. ഇന്ന് പകൽക്കാലം ആരെ അനുഗ്രഹിക്കുന്നത്? ദാഹത്തോടെ ദൈവസന്നിധിയിൽ വരുന്നവരെ. സ്തോത്ര. ഹല്ലേലൂയ. നിറഞ്ഞവരെ വേണ്ട കേട്ടോ. ആമേൻ. ദാഹത്തോടെ വരുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ദൈവത്തെ അന്വേഷിക്കുന്നവരെയാ, താല്പര്യത്തോടെ അടുത്തു വരുന്നവരെയാ. എൻ്റെ ആത്മസ്ഥിതി, എൻ്റെ ആത്മിക സ്ഥിതി വളരെ മോശമാ, പരിതാപകരമാ. എനിക്ക് ശക്തി പോരാ, ഈ കൃപ പോരാ, ഈ അഭിഷേകം പോരാ. എനിക്കൊരു പുതിയ ശക്തി പ്രാപിക്കണം, ഒരു പുതിയ ബലം പ്രാപിക്കണമെന്ന് ആഗ്രഹത്തോടെ എത്ര പേരിവിടെ വന്നിട്ടുണ്ട്? സ്തോത്രം. അതും ദൈവത്തോട് പറയുമോ? കർത്താവ്, ഞാൻ അങ്ങനെ വന്നിരിക്കുക. സ്തോത്രം. ഞാൻ ദാഹത്തോടെ വന്നിരിക്കുകയാ. സ്തോത്രം. ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. എൻ്റെ ആത്മാവിന് നിന്നെ ആവശ്യമുണ്ട്. സ്തോത്രം. ഇതാണ് ശരിക്കും പറഞ്ഞ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവരുടെ മനോഭാവം എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലാതെ ചുമ്മാ പ്രസംഗം കേൾക്കാം, അതൊരു പ്രസംഗം കേട്ടു, അല്ലേ, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, അല്ലേ, ഉപവാസം നടക്കുകയല്ലേ, ഒന്ന് വന്ന് പ്രാർത്ഥിച്ചേച്ച് പോകാമെന്നും പറഞ്ഞ് വന്നാൽ നടക്കില്ല. ഒരു ദാഹം ഇന്ന് രാവിലെ ഉണ്ടാകണം. സ്തോത്രം. സ്തോത്രം. ദാഹിക്കുന്നവരെയാണ് ദൈവം ആമൻ ഇന്ന് തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആമൻ എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ദാഹമുണ്ട്? കർത്താവേ, ഇന്ന് പകൽക്കാലം എനിക്കൊരു അനുഗ്രഹം വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ദൈവശക്തി വേണം, എനിക്കൊരു മാറ്റം വേണം, എൻ്റെ അനുഭവത്തിനൊരു വ്യത്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ഇത് ചടങ്ങായിട്ട് കണക്കാക്കരുത്. അങ്ങനെയുള്ളവർ ദാഹത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഒന്ന് പ്രാർത്ഥിക്കുക. ആമൻ. ഇന്ന് പകൽ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആത്മീയ താല്പര്യം ഉണ്ടാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചന ശുശ്രൂഷകൾ, ആമൻ, തുടർന്ന് നടക്കുന്ന ഈ പ്രാർത്ഥനകൾ, ഈ 3 ദിവസം ദൈവത്തിൽ ഇരിക്കുന്നത് ഒരു വ്യത്യാസത്തിന് കാരണമാക്കണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി തകർന്ന ഹൃദയത്തോടെ ഒന്ന് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാല പിശാച് പലപ്പോഴും ആമൻ ചടങ്ങിന്റെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ച് എല്ലാ മാസവും നടക്കുന്നത് പോലെ ഉപവാസമല്ലേ ആമൻ. സ്തോത്ര. പാസ്റ്റർ കുറച്ചു നേരം പ്രസംഗിക്കും, നിർത്തും. അല്ല, ഇന്ന് പകൽക്കാലം എന്നോട് ദൈവം ഇടപെടും. സ്തോത്രം. എനിക്കൊരു വ്യത്യാസം വരും. അതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലേ? ആ രക്തസ്രവക്കാരി സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളൊരു കാര്യം ചിന്തിച്ചിട്ട് പോയി. ജീസസ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ, ഏറിയോന്ന് പരീക്ഷിച്ചു, ഒത്തിരി വൈദ്യന്മാരെ ഞാൻ ആശ്രയിച്ചു, എനിക്കൊരു അതെ വിടുതലും ഉണ്ടായില്ല. പക്ഷെ നസ്രയനായ യേശു കടന്നു പോകുന്നത് ഞാൻ അറിയുന്നു. ഞാൻ അവൻ്റെ അടുക്കൽ പോകും. പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ, പുരുഷാരത്തെ വകവയ്ക്കാതെ, ആൾക്കൂട്ടത്തെയും പ്രതിസന്ധികളെയും ഒന്നും വകവയ്ക്കാതെ ഞാൻ ചെന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും. പ്രൈസ് ദി ലോർഡ്. തൊടുമെന്ന് മാത്രമല്ല, തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് ദൈവം എന്നോട് സംസാരിക്കും. പകൽക്കാലം ആമൻ നിങ്ങളുടെ അകത്ത് വചനം ക്രിയ ചെയ്യട്ടെ. ഇതൊരു ചടങ്ങിന്റെ ആരാധനയല്ല, ചടങ്ങിന്റെ പ്രാർത്ഥനയല്ല മോനെ. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിക്കണം. ഈ വചനം ജീവന്റെ വചനമാണ്. ഇതെന്റെ അകത്ത് പ്രവർത്തിക്കണം. എനിക്കൊരു അനുഗ്രഹം പ്രാപിക്കണം. ദുഷ്ട പിശാച് ആമൻ എനിക്ക് എന്നും ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരാ. എന്റെ കുടുംബത്തിന് വ്യത്യാസം വരണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം വരണം. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല ചടങ്ങുകൾ മാറിപ്പോകട്ടെ. എല്ലാ പൈശാചിക കോട്ടകളെയും ഞങ്ങൾ ആത്മാവിൽ ജയിക്കുക. വചനത്തിന് വിരോധമായി ആമെ വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് ആമെ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ വിട്ടു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം അവർക്ക് രോഗശാന്തിയായി, വചനം അവർക്ക് സൗഖ്യമായി, വചനം അവർക്ക് വിടുതലായി ഇന്ന് പകൽക്കാലം മാറട്ടെ. ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുക, വ്യക്തികളെ മുദ്രയിടുക, അവിടെ ഹൃദയങ്ങളെ മുദ്രയിടുക. ഇന്ന് പകൽക്കാലം അവിടെ ഹൃദയത്തിനകത്ത് അവൻ തീ കത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു കർത്താവ് എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരോട് വചനം പറഞ്ഞപ്പോ അവൻ വിളിച്ചു പറയുക, അവൻ ഞങ്ങളോട് സംസാരിച്ചപ്പോ നമ്മുടെ ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു.
ഓ റബലബര ഹദന ജഗര. ആമേൻ. സ്തോത്രം. തുറന്നുള്ള സമയം ഒരു കത്തലകത്തുണ്ടാകട്ടെ, ഹൃദയത്തിനകത്ത് തീ പോലെ ആമേൻ വചനം ഇടപെടട്ടെ. എന്റെ വചനം എനിക്കുള്ള വിടുതലിന്റെ വചനമാ, ഇതെന്റെ ഹൃദയത്തിനകത്ത് ഇടപെടട്ടെ. ഇന്ന് പകൽക്കാല ചടങ്ങിൽ പ്രവർത്തിക്കുന്നവനല്ല എന്റെ ദൈവത്തിന് ചില കാര്യപരിപാടികളുണ്ട്. സ്തോത്രം, സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ച അനുഗ്രഹത്തിന്റെ വാഗ്ദാനമാ. വേഗം വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. മോനെ അവിടെ നിൽക്കണമേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് അശ്രദ്ധയോടെ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് സംസാരിക്കുമ്പോ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പറയുന്നത് ദൈവമാ. പറയുന്ന വാക്കുകൾ ഏതെങ്കിലും ഒന്ന് നീ അശ്രദ്ധയോടെ ഇരുന്നാൽ കാര്യം നിനക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. ഓരോ കാര്യങ്ങളും കേൾക്കണം. ഓരോ പോയിന്റും നീ ശ്രദ്ധിക്കണം. ഓരോ അക്ഷരങ്ങളും നീ ശ്രദ്ധിക്കണം. ദൈവം എന്താ പറയുന്നത്? ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമേ, ചിലതൊക്കെ വിഴുങ്ങിയാൽ അനുഗ്രഹം നഷ്ടമാകും. ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് പകൽക്കാലം പടകിന്റെ വലതുവശത്ത് മീൻപിടുത്തത്തിന് വലയിറക്കം പറഞ്ഞാൽ വലതുവശം എന്നുള്ളത് കേൾക്കണമെന്നാ ഞാൻ ഈ പറഞ്ഞത്. ഇടതുവശത്ത് വീശിയാൽ നടക്കത്തില്ല. അവൻ പറഞ്ഞത് വലതുവശത്ത് വീശാനാ. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ, വ്യക്തികളെ നോക്കി ആത്മാവ് പറയുന്ന ഓരോ ദൂതും ഓരോ വാക്ക് പ്രധാനമാ. അശ്രദ്ധയോടെ ഇരിക്കല്ലേ. നിനക്കുള്ള വിടുതലിന്റെ വാക്കുകൾ, വിടുതലിന്റെ വചനങ്ങൾ ഒരു വാക്കായിരിക്ക. അതുപോലെ നീ അശ്രദ്ധയോടെ ഇരുന്ന് നീ വിട്ടുപോയാൽ നിന്റെ അനുഗ്രഹത്തെ നീ നഷ്ടമാക്കുന്ന. അതുകൊണ്ട് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം പറയുന്ന ഓരോ വാക്കും പ്രാധാന്യമുള്ളതാ. ഓരോ അക്ഷരങ്ങളും പ്രാധാന്യമുള്ളതാ. അത് അതുപോലെ കേൾക്കണം. ശ്രദ്ധയോടെ കേൾക്കണം. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു എന്താ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് സ്തോത്രം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്തോത്രം. അപ്പൊ അവിടെ മറ്റൊരു ദൂതുണ്ട്. ശ്രദ്ധയോടെ കേട്ടാലേ കരുതി വെക്കാൻ പറ്റും. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ട് ശ്രദ്ധയോടെ കേട്ടാലേ ചിലത് എന്ത് ചെയ്യൂ? ഒഴുകിപ്പോകാതെ ഹൃദയത്തിനകത്ത് കരുതി വെക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം, സ്തോത്രം. മറിയെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ വന്നേ അനുഗ്രഹത്തിന്റെ വാർത്തയൊക്കെ പറഞ്ഞപ്പോൾ ബൈബിള് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അവൾ ആ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം, സ്തോത്രം. ഹൃദയത്തിനകത്ത് ചിലത് സംഗ്രഹിക്കണം. ഒഴുകിപ്പോകാതെ സംഗ്രഹിച്ചു വെക്കണം. കാരണം ഇത് നിന്റെ വിടുതലിന്റെ വചനമാ. ഇത് ഹൃദയത്തിൽ നിന്ന് പോകരുത് കേട്ടോ. ചില ദൂതുകൾ കേൾക്കുമ്പോൾ അത് ഒഴുകിപ്പോകരുത്, അത് മാറിപ്പോകരുത്. അത് ഹൃദയത്തിനകത്തോട്ട് കരുതി വെക്കണം. ഒഴുകാൻ നീ അനുവദിക്കരുത്. കാരണം ഇത് നിന്റെ വിടുതലിന്റെ വചനമാ. ഇന്ന് പകൽക്കാല പിശാചിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഒരു വചനവും ഹൃദയത്തിനകത്തോട്ട് കയറരുത്. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തു പോകണം. അതുകൊണ്ട് വിതയ്ക്കാൻ വന്നവൻ വിതച്ചോ. ചിലത് വഴിയരിക വീണോ. വഴിയരികൾ വീണത് അല്ലേ പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നത് പോലെ ഇതിനപ്പുറത്തേക്ക് പോകുമ്പോ ഹൃദയത്തിനകത്തൊന്നുമില്ലാതെ ശൂന്യതയോടെ നിന്നെ അയക്കുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ഇല്ല. ഞാൻ ശ്രദ്ധയോടെ ചിലത് കേട്ട് ഹൃദയത്തിനകത്തിൽ കരുതി വെച്ചിട്ട് പോകും. കാരണം എനിക്കുള്ള അനുഗ്രഹത്തിൻ്റെത് എന്റെ ഹൃദയത്തിനകത്തുണ്ടാകും. ഞാനത് ജാഗരിക്കും. ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കും. ഞാനത് ഓർത്ത് ഉപവസിക്കും. അത് എനിക്കൊരു അനുഗ്രഹമായി മാറും. സ്തോത്രം, സ്തോത്രം. അപ്പൊ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ച് അവിടെ പറയുന്നു. അത് റിക്വസ്റ്റ് ചെയ്യുന്നതല്ല. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയല്ല. ഞാൻ നിന്നോട് അഭിപ്രായം പറയുകയല്ല. ഞാൻ നിന്നോട് ഇന്ന് കൽപ്പിക്കും.
തെറ്റുന്ന സകല കൽപ്പനകള് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ ഇത് ശ്രദ്ധയോടെ കേൾക്കണമെന്നറിയാമോ? ഇത് റിക്വസ്റ്റ് അല്ല, ഇത് ദൈവത്തിന്റെ കമാൻഡ്. ആമേ, കൽപ്പനയാകട്ടോ. ഇന്ന് പകൽക്കാലം എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരോട് ദൈവത്തിന് കൽപ്പിക്കാനുണ്ട്. അവൻ അവരോട് കൽപ്പിച്ചു. ആമേൻ, അവൻ അവരോട് കൽപ്പിച്ചു. യേശു കൽപ്പിക്കുകയാ. അവൻ യേശു കൽപ്പിക്കുകയാ. ആമേൻ, ചെല്ല്, എനിക്ക് മുമ്പായി അക്കരെ പോകാൻ അവരോട് കൽപ്പിക്കുകയാ. ആമേൻ, അല്ലേ? യേശു കൽപ്പിക്കുകയാ, നിങ്ങൾ പോകാ. ആമേൻ, നിങ്ങൾ പോകുമ്പോ ആമേൻ വഴിയരികില് ആമേൻ ചില അടയാളങ്ങൾ കാണോ. കെട്ടപ്പെട്ട ഒരു കഴുതയെ കാണോ. ചില അടയാളങ്ങൾ, ലക്ഷ്യങ്ങൾ കാണോ. ആമേൻ, കൽപ്പിച്ചയക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വചനം മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ആമേൻ ആരോടൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരോടും അയ്യോ ഒന്ന് ചെയ്യണേ, അനുസരിക്കണം, റിക്വസ്റ്റ് ചെയ്യുകയല്ല കേട്ടോ. അപേക്ഷിക്കുന്ന ദൈവമല്ല, കൽപ്പിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ആമേ ദൈവം നിന്നോട് കൽപ്പിക്കുകയാ. ശ്രദ്ധയോടെ കേട്ടോണ, ശ്രദ്ധയോടെ കേട്ടോണ. കേൾക്കുന്ന ചിലത് ഒഴുകി പോകാതെ ചിലത് അകത്തോട്ട് സ്വീകരിച്ചോണ്ട് പോകണം. അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നേ. കാരണം ഇത് നിനക്ക് അനുഗ്രഹത്തിൻ്റെതാ, ഇത് നിന്റെ നന്മയ്ക്കാ, ഇതിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിനുള്ളതാ, നിന്റെ കുടുംബ വിടുതലിനുള്ളതാ, നിന്റെ സഭയുടെ അനുഗ്രഹത്തിനുള്ളതാ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഈ കൽപ്പനകള്, ഈ ആലോചനകള്, അവൻ ദൈവം പറയുന്ന ഈ അരുളപ്പാടുകള് അവൻ ഒഴുകി പോകാതെ ഹൃദയത്തിന്റെ ആകത്തളത്തിൽ കരുതി വെച്ചാൽ അവൻ ദൈവം പറയുകയാ, ഇതൊരു അനുഗ്രഹമായി പരിണമിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളും കൽപ്പനകളും അവിടെ പറയുക, പ്രമാണിച്ച് നടന്നാൽ. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെന്നറിയാമോ? അടുത്ത കാര്യം അവിടെ പറയുന്നു, ഇത് കേട്ടിട്ട് മറക്കാനുള്ളതല്ല, ഇതനുസരിച്ച് ജീവിക്കാനുള്ളതാ. ഒരാമേൻ പറഞ്ഞാട്ട്. എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്? അനുസരിച്ച് ജീവിക്കാനുള്ളതാ. അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അകത്തുണ്ടെങ്കിലല്ലേ അനുസരിക്കാൻ പറ്റൂ. സ്തോത്രം. നല്ലൊരു ഭാഗം ആൾക്കാർക്കും അറിയത്തില്ല എന്തോ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അകത്തില്ല, അകത്ത് പ്രമാണമില്ലാത്തത് കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ അകത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഇനി ഞാൻ നിങ്ങളോട് ചെയ്യുന്ന നിയമം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കൽപ്പനകളും വചനങ്ങള് അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഞാൻ എഴുതും. ഇന്ന് പകൽക്കാലം ദൈവം ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിയാൽ അതവിടെ നിത്യനിയമമായിട്ടിരിക്കും കേട്ടോ. ആ നിയമം അനുസരിക്കാനുള്ളതാ. ഇന്ന് പകൽക്കാലം വചനം കേട്ടുപോകാനുള്ളതല്ല. ഈ വചനം അനുസരിച്ച് അവൻ ഈ ദുഷ്ട തലമുറയുടെ നടുവില് ജീവിക്കാനുള്ളതാണ്. ഇന്ന് പകൽക്കാലം ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? വചനം കേൾക്കുന്നവർ. തീർന്നോ? ഇല്ല. ആ വചനം കേട്ട് പ്രമാണിച്ച് ജീവിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അവൻ മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കും. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പ്രധാനമായും ഭൗതിക അനുഗ്രഹങ്ങളാണ്. എന്നാൽ ആമേൻ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആമേൻ അത് ഭൗതിക അനുഗ്രഹം മാത്രമല്ല, അതിന് ഉപരിയായി അതിനും മുകളിൽ ഇതൊരു ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറയാ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. എഫേസ്യ ലേഖനം 1:3 പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ പുതിയ നിയമവിശ്വാസികൾ എന്ന നിലയിൽ വചനം പ്രമാണിച്ചാൽ നമുക്ക് ആത്മീക അനുഗ്രഹവുമുണ്ട്. ആമേൻ അതിനെ തുടർന്ന് ഭൗതികമായ അനുഗ്രഹവുമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആത്മീക അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം അനുസരിച്ച് നീ ജീവിക്കാൻ തുടങ്ങിയാൽ നീ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവേ, ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് പകൽ നിന്റെ വചനം അനുസരിക്കാനായിട്ട് വന്നിരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കൊരു ആത്മീക അനുഗ്രഹം വേണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന എഫേസ്യ ലേഖനം മൊത്തം പഠിച്ചാൽ 1-ാം അധ്യായം പഠിച്ചാൽ ആ ആത്മീക അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തിലേക്കും ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആമേൻ. ആത്മീയ അനുഗ്രഹത്തിന്റെ കീഴിലാ ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ആമേൻ. സ്തോത്രം. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ അവനിൽ തെരഞ്ഞെടുത്തതാ നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടി. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചർച്ചക്കാരെക്കാൾ ഉപരി, നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ ഉപരി, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാൾ ഉപരി നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. തെരഞ്ഞെടുത്തത് വെറുതെയല്ല, അതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്റെ യോഗ്യത നോക്കിയല്ല, നിന്റെ കഴിവ് നോക്കിയല്ല, ദൈവത്തിന്റെ മഹാകൃപയാ. അവൻ വലിയ കരുണയാ എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. ആ തെരഞ്ഞെടുത്തത് സ്തോത്രം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാ. പുത്രനെ പോലെ ആകാൻ വേണ്ടിയാ. അങ്ങ് നിത്യരാജ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുക. ഒരു കാര്യം ഞാൻ പറയാ, നമുക്കൊരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. അത് ആത്മീകമായും ഉണ്ട്, ഭൗതികമായും ഉണ്ട്. സ്തോത്രം. അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ച് നടന്നാൽ ഒരനുഗ്രഹമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ഞാൻ പറയട്ടെ. അതിൻ്റെ പേരാണ് അലസത. നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം ആരാ? അലസത. എന്താ ഈ അലസത? സ്തോത്രം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ദൈവത്തെ അനുസരിക്കുന്നതിന്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ദൈവത്തിനൊരു ക്രമമുണ്ട്. സ്തോത്രം. അത് ഉത്സാഹത്തോടെ ദൈവത്തെ സേവിക്കണം. സ്തോത്രം. ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കണം. ദൈവം പറയുന്നത് ഇഷ്ടമുള്ളപ്പോൾ അനുസരിക്കാമെന്നാണോ? ആണോ? ഇല്ല. ദൈവം പറയുന്നത് ഉടനെ അനുസരിക്കണം. സ്തോത്രം. സ്തോത്രം. എനിക്ക് യേശുവിൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് യോസഫിനെ വലിയ ഇഷ്ടമാണ്. ഈ യോസഫിനെ യേശു ജനിക്കുമ്പോഴത്തേക്ക് ഹെരോദാവ് യേശുവിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ ദർശനം വെളിപ്പാട്, ആ സ്വപ്നത്തിൽ അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, അന്ന് രാത്രിയിൽ തന്നെ എന്ത് ചെയ്തു? ശിശുവിനെയും കൂട്ടി അവൻ മിസ്രയീമിലേക്ക് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ. വെളിപ്പാട് ലഭിച്ചു, ആ ദർശനം ലഭിച്ചു, അന്ന് രാത്രി ഉടനെ പുറപ്പെട്ടെന്ന. സ്തോത്രം. കാര്യമെന്താ? ദൈവത്തെ അനുസരിക്കേണ്ടത് തിടുക്കത്തിലാണ്. എത്ര പേർക്ക് നാമയം പറയാൻ പറ്റും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വല്ലതും പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട സമയം ഇപ്പോഴാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വല്ലതും ഇടപെട്ടാൽ പിന്നീടാകട്ടെന്ന് മാറ്റിവെക്കുന്നത് ആത്മീകൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹം വേണോ? അനുസരിക്കാൻ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ നിമിഷം ഞാൻ ഈ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഈ ദൂത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ തീരുമാനിക്കണം, യെസ് കർത്താവേ, ഞാൻ തീരുമാനിക്കുന്നു നിന്നെ അനുസരിക്കാൻ. ഹല്ലേലൂയ. അലസത വലിയ പ്രശ്നമാണ്. സ്തോത്രം. നമുക്ക് ക്ഷീണമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും. ശാരീരിക ക്ഷീണമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, ആത്മീകമായി നമ്മളങ്ങ് ക്ഷീണിക്കുക. സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 6:10-11 എന്താ പറയുന്നത്? 6:10-11 സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 10-11 വാക്യം വേഗം വായിക്കാം. കണ്ടോ? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടി കൈകെട്ടി കിടക്കുക. അച്ചായന് ഷുഗർ ഉള്ളതുകൊണ്ട് പോയി കിടന്നുറങ്ങുന്ന കാര്യമല്ല പറഞ്ഞു കേട്ടോ. അമ്മാമ്മ ഇനി ദൂത് കൊണ്ടോ? പാസ്റ്റർ പറഞ്ഞ ദൂത് അച്ചായനായിരുന്നെന്ന് പറയണ്ട വീട്ടിൽ ചെന്ന്. ഞാൻ ആത്മീയ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ആത്മീയ കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യാന്ന, പിന്നാട്ടെ. സ്തോത്രം. ഉപവസിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകി, നമ്മളതിനെ മാറ്റിവെക്കും. പ്രാർത്ഥിക്കാൻ രാത്രി തട്ടി എഴുന്നേൽപ്പിക്കാൻ ആത്മാവ് പറഞ്ഞു, ഹേമിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? വേണ്ട. വചനം വായിക്കണമെന്ന് നിയോഗം ആ ഉള്ളിലിരുന്ന് പറയും, അല്ലെ ആത്മാവ് അകത്തിരുന്ന് പറയും. പക്ഷേ നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. അല്ലേ? ഗതസമനയിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയതാ കർത്താവ് ശിഷ്യന്മാരെ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം. അവരുടെ അരുമനാഥൻ ലോകം വിട്ടുപോവുക, ക്രൂശിക്കപ്പെടാൻ പോവുക. കർത്താവ് ആഗ്രഹിച്ചു ഇവരെന്നോട് കൂടി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ശിഷ്യന്മാരെ ഉറങ്ങുക. സ്തോത്രം. എന്താ ആത്മജീവിതത്തിൽ ഉറക്കം? സ്തോത്രം. സദൃശ്യവാക്യത്തിൽ പറയുന്നു, കൂടെ നിദ്ര എന്തോ വരുമെന്ന് അവസാനം
ആ ആ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജീവിതം തകരാൻ തുടങ്ങും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീകമായ അലസത മാറ്റിവെക്കണം. ശ്രദ്ധയോടെ കേട്ട് തിടുക്കത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, അതുകൊണ്ട് വചനം പറയുന്ന ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ ആമൻ അനുഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമൻ അലസതകൾ വിട്ടുമാറട്ടെ. ഇതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട് കേട്ടോ. ഉറക്കിക്കളയുന്ന, അലസത വരുത്തുന്ന, ആമൻ പിന്നെയാട്ടെന്ന് പറഞ്ഞ് നിന്റെ ജഡത്തിൽ, ശരീരത്തിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞ് ആമൻ ദൈവത്തിന്റെ വിഷയം തിടുക്കത്തിൽ ചെയ്യണം കേട്ടോ. ആമൻ ആത്മീയ കാര്യങ്ങൾക്ക് തിടുക്കം വേണം. ഇന്ന് പകൽക്കാലം ദൈവിക വിഷയത്തിന് ആമൻ സ്വതന്ത്രം ആലസത ഉണ്ടാകല്ലേ. ഇന്ന് പകൽ തിടുക്കത്തിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ, വചനങ്ങൾ അനുസരിക്കാൻ ഒരു നിയോഗം ഏറ്റെടുത്താൽ ഒരു കാര്യം ഞാൻ പറയാ, ആമൻ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മജീവിതത്തിൽ തണുപ്പ് വരരുത്. ലവോദിക്ക സഭയുടെ പ്രശ്നം അതല്ലേ? എന്താ പ്രശ്നം? 3:16, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. സ്വതം ശീതോഷ്ണവാനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്നാണ് വചനം പറയുന്നത്. പകൽക്കാല അവന് ഈ ഉപവാസം എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അവന് ശീതോഷ്ണാവസ്ഥ ഒന്ന് മാറാൻ വേണ്ടിയാ, ഒന്ന് ചൂടാകാൻ വേണ്ടി. അത്ര പേരുന്ന പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആമൻ കർത്താവേ, എന്നെ ആത്മാവിലൊന്ന് ചൂടുള്ളവനാക്കി മാറ്റണമേ, ആത്മാവിലൊന്ന് എരിവുള്ളവളാക്കി മാറ്റണമേ, പ്രാർത്ഥനയിൽ എനിക്കൊരു ചൂട് നൽകണമേ. ആമൻ അങ്ങടെ മുമ്പാകെ നിൽക്കാൻ എനിക്കൊരു എരിവ് നൽകണമേ കർത്താവേ. എന്റെ ആലസതകളെ ഇന്ന് പകൽക്കാലം ശാസിച്ചു കളയണമേ. ആമൻ എന്റെ മെല്ലപ്പോക്ക് നയത്തെ ഒന്ന് മാറ്റണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം അബ്രഹാമിന്റെ ഭവനത്തിനകത്തേക്ക് ദൂതന്മാര് വന്നപ്പോൾ അബ്രഹാമിനെ നിങ്ങൾ നോക്കിക്കേ, അവൻ തിടുക്കത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. അധ്യായത്തിന്റെ 2-ാം വാക്യം, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് അവൻ കണ്ടു. എന്നെ നോക്കിക്കേ, കാഴ്ചപ്പാടാണ് കാര്യങ്ങളെ മാറ്റുന്നത്. സ്തോത്രം, സ്തോത്രം. എന്താണെന്നറിയാമോ ചിലർക്ക് തിടുക്കമില്ലാത്തത്? അവർ വിചാരിക്കുന്ന ഈ അടുത്ത കാലത്ത് എങ്ങും ഒരു അനുഗ്രഹം വരാൻ പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സ്തോത്രം. എൻ്റെ ഉള്ളം, നമ്മൾ വായിച്ചത് 63 എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. ആ ദാഹത്തോടെ താല്പര്യത്തോടെ വരുന്നവർക്കറിയാം ഒരു വിടുതലുണ്ട്. ഈ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ഇതാ അബ്രഹാം നോക്കിയപ്പോ 3 പുരുഷന്മാർ. അബ്രഹാം ആ കാഴ്ച കണ്ടപ്പോൾ അവന് മനസ്സിലായി, നാളുകളായിട്ട് എന്റെ ജീവിതത്തില് പരിഹാരമില്ലാത്ത ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് വിശ്വാസത്താൽ അബ്രഹാം അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഓടിച്ചെന്നു. സ്തോത്രം. ചെറിയ പുള്ളിയൊന്നുമല്ല അബ്രഹാം, വലിയ മനുഷ്യനാ. സ്തോത്രം. ധനാഢ്യനായ മനുഷ്യനാ. തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന അതിഥികളെ, തന്റെ ദാസന്മാരെ വിട്ട് അല്ലേ, അവരെ ക്ഷണിച്ചാൽ മതി, സ്വീകരിച്ചാൽ മതി. പക്ഷേ അബ്രഹാമിന് മനസ്സിലായി ഇത് ദാസനെ വിടേണ്ട ഇടപാടല്ല. സ്തോത്രം. ഇതാണ് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട്. ഞാൻ തന്നെ പോകേണ്ടതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ചില വിഷയങ്ങൾക്ക് നമ്മൾ തന്നെ പോകണമെന്നേ. നീ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നീ തന്നെ പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, നീ ഏറ്റെടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, നിന്റെ ഭാഗത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആളുകളെ ഏൽപ്പിച്ചാൽ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നീ തന്നെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെളിപ്പാടിൽ മനസ്സിലായി ഇത് ദാസനെ വിടേണ്ട കാര്യമല്ല, വന്നവരെ സാധാരണക്കാരല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്ര. എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്താൻ പോകുന്നവരാ എൻ്റെ ആമൻ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് അബ്രഹാം ഓടിച്ചെന്നു. പിന്നെ കണ്ടോ, ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുതേ. എല്ലാം വായിക്കണ്ട, അതിനകത്ത് ഇനി 6-ാമത്തെ വാക്യം വായിച്ചേ. അബ്രഹാം നോക്കിക്കേ, ഓടിച്ചെന്ന അബ്രഹാമിനെ കുറിച്ച് അടുത്തത് പറയുന്നു. അബ്രഹാം ബന്ധപ്പെട്ട്
കൂടാരത്തിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാം ഓടിച്ചെന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് കൂടാരവാതിൽക്കൽ സാറയുടെ അടുത്ത് ചെല്ലുക. പറയാം, വായിക്കാം. സാറേ, നിന്റെ പതുകുഴപ്പല്ല, നീ ക്ഷണത്തിൽ. സാറ ഉഴപ്പാന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ എന്നാലും പറയുക. അബ്രഹാം പറഞ്ഞു, നീ എങ്ങനെ ചെയ്യണം? ചായ ഇടാൻ പറഞ്ഞേച്ച് 1 മണിക്കൂർ നോക്കിയിരിക്കുന്ന പോലൊന്നും അല്ല. ക്ഷണത്തിൽ അതാണ് ഓടിച്ചെന്ന ബന്ധപ്പെട്ട അബ്രഹാം ഭാര്യയോട് പറയുന്ന ക്ഷണത്തിൽ. ക്ഷണത്തിൽ നീ 3 അടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുക. കണ്ടോ, അന്നത്തെ നിങ്ങൾക്ക് അതിന്റെ വേഗത പിടികിട്ടിയോ? അതിനെ തിടുക്കം പിടികിട്ടി എത്ര പേരുണ്ട്? സ്തോത്രം. എന്നിട്ട് അവിടെ കൊണ്ടും തീർന്നില്ല. അബ്രഹാം 7-ാം വാക്യം. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ഇതാ യജമാനന് ചേർന്ന ബാല്യക്കാരനാ. സ്തോത്രം. അബ്രഹാമിന്റെ ഈ വെപ്രാളം കണ്ടപ്പോഴേ, ധൃതി കണ്ടപ്പോഴേ ബാല്യക്കാരന് മനസ്സിലായി, ഞാൻ അതിനും ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മിൽ ചിലർക്കൊക്കെ താല്പര്യവും തിടുക്കമൊക്കെ ഉണ്ടായാലുണ്ടല്ലോ, മറ്റുള്ളവർക്കും അത് ഉണ്ടാകാം. നീ തന്നെ വന്നിരുന്ന് ഉറങ്ങിയാൽ നിന്റെ ഉറക്കം കണ്ട ആളുകളും ഉറങ്ങും. എന്നാൽ ഇതിനകത്ത് ചിലർക്ക് ആത്മീയ കാര്യത്തിൽ തിടുക്കവും താല്പര്യമുണ്ടെങ്കിൽ നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥന, നിന്റെ അന്യഭാഷ, നിന്റെ ആത്മമണ്ഡലത്തിൽ നീ ഒരു ഒരുക്കവും തിടുക്കവും നിനക്കൊരു താല്പര്യം, ഒരു ക്ഷണത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ ഏരിവുള്ളവരായി ചിലതിനകത്ത് എഴുന്നേറ്റാൽ ബാക്കിയുള്ളവർക്കും ഇത് സ്വാധീനമായി മാറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് അങ്ങനെ വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം ഉഴപ്പിൽ പ്രസാദിക്കുന്നവനല്ല, ഉദാസീനതയിൽ പ്രവർത്തിക്കുന്നവനല്ല, അലസതയിൽ പ്രവർത്തിക്കുന്നവനല്ല. ദൈവ ഉത്സാഹം കാണുമ്പോ പ്രവർത്തിക്കുന്ന ദൈവമാ. എന്താ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? നാളിതുവരെയായിട്ട് പല കാര്യങ്ങൾക്കും മറുപടിയില്ല. എന്താ കാര്യം? മറ്റു പലതിനും നിനക്ക് നല്ല ഉത്സാഹമാ, മറ്റു പല കാര്യത്തിനും നല്ല താല്പര്യമാ, മറ്റു പല കാര്യത്തിനും നല്ല വെപ്രാളമാ. പക്ഷെ ആരാധനയ്ക്കോ, സ്തോത്രം, ആത്മീയ കാര്യങ്ങൾക്കോ നമ്മൾ പറയും അത് സൗകര്യം ഉണ്ടെങ്കിൽ, സൗകര്യമുള്ളപ്പം സമയമുള്ളപ്പം എല്ലാം കഴിഞ്ഞേച്ച് ചെയ്യാം. നിങ്ങൾ ചിന്തിക്കണം, അത് ദൈവത്തിന് മുമ്പാകെ പ്രസാദമല്ല. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. നിങ്ങൾ ഇത് ഏറ്റെടുത്താൽ അനുഗ്രഹമാ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടുകൂടി ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ദൈവത്തിന് 1-ാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്ക്. ആത്മീയ കാര്യത്തിൽ താല്പര്യമുണ്ടാക്കിക്ക്, ആത്മീയ കാര്യത്തിൽ ഉത്സാഹം വരുത്തിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കുക. സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാമെന്നല്ല, സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. സമയമുണ്ടെങ്കിൽ ആരാധിക്കാമെന്നല്ല, സമയം കണ്ടെത്തി ആരാധിക്കണം. സമയമുണ്ടെങ്കിൽ വചനം വായിക്കാമെന്നല്ല, സമയമുണ്ടാക്കി വചനം വായിക്കണം. ഞാൻ പറഞ്ഞെല്ലാം കേട്ടോ? മാത്രം ഇതാണ്, തിടുക്കത്തിൽ ചെയ്തവൻ എന്തോ ഗുണം കിട്ടി, ഉത്സാഹിച്ചവൻ എന്തോ കിട്ടി. ഇതെല്ലാം കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്നൊരു ശബ്ദം. എന്താ ശബ്ദം? നിന്റെ ഭാര്യ സാർ എവിടെ? മറുപടി, കൂടാരത്തിലുണ്ട്. വായിക്കും. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാകും. 75-ാം വയസ്സിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ടതാ. സ്തോത്രം. 99-ാമത്തെ വയസ്സിൽ. അപ്പം നിങ്ങൾ ഈ ഓടിയ അബ്രഹാം പ്രായം എത്രയാണെന്നറിയാവോ? ആമേൻ. ചെറുപ്പക്കാരനല്ല ഈ ഓടിയത്, ചെറുപ്പക്കാരനല്ല ഈ ബന്ധപ്പെട്ടത്. സ്തോത്രം. വാർദ്ധക്യം കാലത്താ. പക്ഷേ കാഴ്ചപ്പാടുള്ളവനോടും, സ്തോത്രം,
ഓടിയവൻ, ബന്ധപ്പെട്ടവൻ, ശുശ്രൂഷിച്ചവൻ അവൻ നിരാശപ്പെടേണ്ടി വന്നില്ല. ദൈവം പറഞ്ഞു, നിൻ്റെ ഭാര്യ സാറായി ഒരു മകനെ അണിച്ചോളാം. അതിനകത്ത് സംശയങ്ങളും വാക്കുകളും ഒന്നും ഞാൻ പറയുന്നില്ല, അതങ്ങ് വിടുക. അത് സ്വാഭാവികമാണ്. അവരാ സംശയിച്ചതൊക്കെ മാനുഷികമായി ചിന്തിച്ചാൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവത്തോട് പറയുന്നുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇന്ന് പകൽ ബന്ധപ്പെടുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക്, ഉത്സാഹമുള്ളവർക്ക്, ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു ക്രമമുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ബഹുമാനം കൊടുക്കണം, ദൈവത്തിന് സ്തുതി കൊടുക്കണം. എല്ലാം കഴിഞ്ഞിട്ടുള്ള ആരാധന ദൈവത്തിന് വേണ്ട, എല്ലാം ഒതുങ്ങിയിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിന് വേണ്ടെന്ന ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, രാവിലെ അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. രാവിലെ കിടക്കപ്പായിൽ അതികാലത്തെ എൻ്റെ അന്വേഷണം എൻ്റെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുകയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവർക്ക് സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിനൊരു ക്രമമുണ്ട്. ദൈവത്തിൻ്റെ ക്രമം അനുസരിച്ചൊന്ന് ജീവിച്ചു നോക്കിയേ. സ്തോത്രം. എൻ്റെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കണം. സ്തോത്രം. സ്തോത്രം. ഉപവസിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഉപവസിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ദൈവത്തിൽ ഉപവസിക്കണം എന്നുള്ളത് ഇപ്പോൾ ഉപവാസമില്ല. നിങ്ങൾ ഇന്നിപ്പോൾ എത്ര പേര് ഉപവാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ ആരെയും അതിന് കുറ്റം പറയുന്നുമില്ല. പക്ഷേ ഉപവസിച്ചില്ലെങ്കിലും നടക്കുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന് ചില വ്യവസ്ഥ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമ്മൾ പറയാം, നമ്മൾ ഉപവസിക്കുന്നില്ല പാസ്റ്ററെ, പ്രാർത്ഥിച്ചോളാം. ഹലോ, ഉപവസിക്കുന്നില്ല. നിങ്ങൾ വയ്യാത്തവരോടൊന്നും, ഞാൻ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ ശാരീരിക പ്രശ്നമുള്ളവരോട് ആരോടുമുള്ള ദൂതല്ല, അവരോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വചനസത്യം പറയുന്നു, ചിലതിന് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ലെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പറയുക, ഉപവസിച്ചില്ലേലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ലെന്ന ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ താല്പര്യം. ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് നീങ്ങത്തില്ലെന്ന് ദൈവം പറഞ്ഞ വിഷയത്തിന് ആമേൻ നമ്മുടേതായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചേച്ച് ആമേൻ സ്തോത്രം ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറയുക, ഇല്ല, നടക്കത്തില്ല. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണമാ. ഒരാത്മതപനം കൂടിയേ പറ്റൂ. സ്തോത്രം. ചെറിയൊരു പരിപാടി കൊണ്ട് നടക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ. സ്തോത്രം. വസ്ത്രങ്ങളെ കീറുന്നത് കൊണ്ട് പറ്റില്ല. ഹൃദയം തന്നെ കീറണമെന്ന് ദൈവം പറഞ്ഞാൽ വസ്ത്രം കീറിയ നടക്കു വച്ചാൽ. സ്തോത്രം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ അവരോട് വിളിച്ചു പറയുക, നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ തകർച്ച പരിഹരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ശാപം മാറി നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ജീസസ് ഇപ്പോഴെങ്കിലും വായിച്ച്, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവീനെന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീ. കാരണം ഈ ദൈവകൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാണ്. എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ ക്രമം അങ്ങനാണെങ്കിൽ നമ്മൾ കുറച്ച് പേര് പറയുക, ഓ സാധാരണ പോലെ വന്ന് പാടിയിട്ട് കൈയടിച്ചേച്ച് പോയാൽ മതി, ദൈവം അങ്ങ് പ്രവർത്തിക്കും. സ്തോത്രം. സ്തോത്രം. ദൈവത്തിനെല്ലാം അറിയാമല്ലോ. സ്തോത്രം. ഹൃദയം കീറുക എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായി. നമ്മുടെ തകർച്ചയാണ്, നമ്മൾ ആ പാപത്തെക്കുറിച്ച്, നമ്മുടെ കുറ്റത്തെക്കുറിച്ച് അനുദപിച്ച് കരയുന്നതിനെക്കുറിച്ചാണ്. ഹൃദയം തകർന്ന് നിലവിളിക്കുന്നതിനെക്കുറിച്ചാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. വസ്ത്രം കീറുന്ന എളുപ്പമുള്ള പരിപാടിയല്ലേ?
പക്ഷേ ഇത് എളുപ്പമല്ല. ഹൃദയം തകരുക, കണ്ണ് നിറയുക, കരയുക, വിലാപത്തോടെ വരിക, ഇത് ഉള്ളം തകരുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ക്രമമാണ്. എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ പുള്ളിയാണെങ്കിലും, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമോ? ആമേൻ, ചില സമയത്ത് കരച്ചിലോടെ, വിലാപത്തോടെ, നിലവിളിയോടെ, ആത്മതപനത്തോടെ ദൈവം മുമ്പാകെ താണ് വീണ് നിലവിളിച്ചെങ്കിലേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുകയുള്ളൂ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ ദൈവം കരുണയുള്ള ദൈവമാ, കൃപയുള്ള ദൈവമാ, ആമേൻ, മനസ്സിലുള്ള ദൈവമാ. സ്തോത്രം. എത്ര പേർക്ക് ആമേൻ ദൂതും മനസ്സിലായി? സ്തോത്രം. നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വഴി. ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് ആവർത്തിച്ചിടപെടുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പദ്ധതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, ദൈവത്തിൻ്റെ വഴിയിലാണ്. സ്തോത്രം. മോശയോട് ദൈവം കൽപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ. സ്തോത്രം. ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിച്ചോണം. പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകയല്ല അതൊന്നും വെച്ച് സമാഗമന കൂടാരം പണിയരുത്, അതിൻ്റെ വാതിലുണ്ടാക്കരുത്, കുറ്റിയും കൊളുത്തും ഉണ്ടാക്കരുത്. അതിനകത്ത് ഏറ്റവും ചെറിയ കാര്യം പോലും ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്കാ ഒരു വിടുതൽ ആവശ്യം, ഒരു അനുഗ്രഹം ആവശ്യം? എത്ര പേർക്കാ ഒരു ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവ് പറയുന്നു, ദൈവം പറയുന്നത് അനുസരിച്ച് അതുപോലെ അവൻ എന്ന് ചെയ്യാൻ മനസ്സ് വെക്കുമോ, അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. പ്രവാചകൻ വിളിച്ചു പറയുക, നിങ്ങൾ പോയി അവൻ പാതകളെ നോക്കണം, വഴികളെ നോക്കണം, എന്നിട്ട് അവൻ നിങ്ങൾ നോക്കണം പണ്ടത്തെ വഴികളേതാണ്, പഴയ പാത ഏതാണ്. ആ പഴയ പാത കണ്ടെത്തി ആ നല്ല പാതയിലൂടെ നടന്നോണം. പുതിയ പാതയിലൂടെ വേണ്ട, പുതിയ പരിപാടി വേണ്ട, പുതിയ അവൻ ഒരു തരത്തിലുമുള്ള പദ്ധതികളും വേണ്ട. ദൈവം പ്രവർത്തിക്കാൻ ദൈവത്തിന് പുരാതനമായ ഒരു പരിപാടി ഉണ്ട്. ദൈവത്തിന് വിടുതൽ ആവശ്യമുള്ളവർക്ക് ദൈവത്തിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം ദൈവം മുമ്പാകെ മാനസാന്തരപ്പെടുക, ദൈവം മുമ്പാകെ അനുദപിക്കുക, ദൈവം മുമ്പാകെ അടുത്ത് ചെല്ലുക. എത്ര കൊല്ലം കഴിഞ്ഞാലും, എത്ര നാൾ കഴിഞ്ഞാലും അനുഗ്രഹത്തിന് ദൈവം വെച്ചിരിക്കുന്നത് അനുതാപമാ. ഇത് മനസ്സിലായോ? തമ്പുരാന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വേണമോ, അനുദപിക്കുന്ന ഹൃദയം ഉണ്ടാകണം. തമ്പുരാൻ കാര്യങ്ങൾ അനുകൂലമാക്കണമോ, ദൈവവും ഭാഗത്താഴ്മയോടെ വീഴണം. തമ്പുരാൻ അനുഗ്രഹിക്കണമോ, കണ്ണ് നിറയണം പ്രിയപ്പെട്ടവരെ. തമ്പുരാൻ അനുഗ്രഹിക്കണമോ, ഹൃദയമൊന്ന് ഉടയണം പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം അത് ഉണ്ടാകാത്ത പക്ഷം അവൻ ദൈവത്തിന്റെ വഴി അനുഗ്രഹത്തിന്റെ വഴിയായി മാറില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് പറഞ്ഞ ഈ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ അവന് ഉപവസിക്കണമെങ്കിൽ ആത്മാവ് ഇടപെട്ടാൽ ഉപവസിച്ചേ തീരുകയുള്ളൂ. അവൻ നിലവിളിക്കാൻ ദൈവം പറഞ്ഞാൽ നിലവിളിച്ചേ മതിയാകുകയുള്ളൂ. കരയാൻ ദൈവാത്മാവ് ഇടപെട്ടാൽ കരഞ്ഞേ പറ്റുകയുള്ളൂ. മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നതനുസരിച്ച് നാം ഇന്ന് പകൽക്കാലം മുന്നോട്ട് പോകണം. ജീസസ്. നമ്മുടെ ശരീരത്തെ, ജഡത്തെ താഴ്ത്തുമ്പോൾ ആത്മാവ് ഉയരും. ജഡം താഴുമ്പോ ആത്മാവ് ഉയരും. ജഡം ഉയർന്നു നിൽക്കുമ്പോ ആത്മാവ് എന്ത് ചെയ്യും? താഴും. അപ്പൊ ദൈവത്തിനൊരു ക്രമമുണ്ട്. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ക്രമമുണ്ട്, ആരാധനയ്ക്ക് ക്രമമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവിതത്തിൽ ദൈവക്രമം അനുസരിച്ച് അന്വേഷിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടവര്. ക്രമമായി ദൈവത്തെ സേവിച്ചവനെതിരെ എന്തെല്ലാം വന്നാലും തമ്പുരാൻ ഇറങ്ങി വരും. ആണോ? സ്തോത്രം. ദിവസം 3 നേരം യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ, സ്തോത്രം, രാജ്യത്ത് നിയമം പാസാക്കി സിംഹത്തിൻ്റെ ഗുഹയൊരുക്കിയെങ്കിലും, സ്തോത്രം, ദാനിയേൽ പ്രാർത്ഥന നിർത്തിയതുമില്ല. ദാനിയേലിനെ പൊക്കിയെടുത്ത് സിംഹത്തിൻ്റെ കൂട്ടിലിട്ടെങ്കിലും സിംഹത്തിൻ്റെ വായടച്ച് തൻ്റെ ദാസനെ പരിപാലിച്ച ദൈവം. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ നിനക്ക് ക്രമമുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി ദൈവം അയക്കും. സ്തോത്രം, സ്തോത്രം. മക്കളെ, സൗകര്യം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ,
സമയമുള്ളപ്പോൾ പ്രാർത്ഥിച്ച പോരാ, ക്രമമായി ദൈവത്തെ സേവിക്കണമെന്നേ, ക്രമമായി സേവിക്കണമെന്നേ. യേശുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു ക്രമമുണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് പറയുന്നു, ആദ്യകാലത്ത് ഇരുട്ടുള്ളപ്പോൾ പോയി നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ്. ഇന്ന് പകൽക്കാല പ്രാർത്ഥന ജീവിതത്തിൽ ക്രമമുള്ളവർക്കായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവിനോട് ദൂത് കേൾക്കുമ്പോൾ വിളിച്ചു പറ, ദൈവമേ ആമേൻ സ്തോത്രം, പ്രാർത്ഥന ജീവിതത്തിൽ എനിക്ക് ക്രമമായി ഒന്ന് പുരോഗതി പ്രാപിക്കണം. എൻ്റെ ജഡം പലപ്പോഴും അന്ന് സമ്മതിക്കുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാർ ഉറങ്ങിയതുപോലെ, ലവോദിക്ക സഭ ആത്മീകമായി ഉറങ്ങിയതുപോലെ ഞാൻ ദിവസങ്ങൾ ഉറങ്ങുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജയാളികളെ പോലെ എഴുന്നേൽക്കാൻ വേണ്ടിയാ ആത്മാവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദൂത് കേട്ട് ഏറ്റെടുത്ത ദൈവം മുമ്പാകെ നിലവിളിച്ച് താണു വീണ് പറഞ്ഞാൽ, ദൈവമേ പ്രാർത്ഥിക്കാൻ എൻ്റെ മുഴങ്കാലുകളെ ബലപ്പെടുത്തണമേ, പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ നൽകണമേ, ആഴമായി കരയാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് പകൽ നിലവിളിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ മേൽ അവിടുത്തെ കൃപ ഇന്ന് പകൽക്കാലം വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ക്രമം അനുസരിച്ച് ആമേൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ കാത്തിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പറയുക, യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിച്ചു പോയെന്നല്ല, അവർ തകർന്നു പോയെന്നല്ല, അവർ പരാജയപ്പെട്ടെന്നല്ല. ആണോ? അങ്ങനാണോ നിങ്ങൾ വായിക്കുന്നത്? അങ്ങനാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അവൻ കാത്തിരുന്നത് കൊണ്ട് അവർ ക്ഷീണിച്ചെന്നാണോ? സ്തോത്രം. അവരുടെ ശക്തി പുതുകിയെന്ന, അവരുടെ ശക്തിയെ പുതുക്കിയെന്ന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉയരെ പറക്കുന്ന കഴുകനെ പോലെ അവർ ചിറകടിച്ച് ഉയരത്തിലേക്ക് കയറിയെന്ന. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാ, ഇന്ന് പകൽ അവന്റെ ആത്മജീവിതത്തിൽ അവനൊരു ക്രമമുണ്ടാക്കിയേ. പരിശുദ്ധാത്മാവ് കഴുകനെ പോലെ ഉയരത്തിൽ പറക്കാൻ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് എഴുന്നേൽക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലേ? ഉറങ്ങുന്നവനെ ഉറക്കത്തിൽ എഴുന്നേൽക്കാനുള്ള നാഴിക. വായിച്ചേ, 13:11. കേട്ടോ? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നമ്മൾ ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. ജീസസ്, ജീസസ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതം കർത്താവിനാൽ പ്രയോജനപ്പെടണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോട് വീണ്ടും പറയാം. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോഴും ഇതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ശരീരമാണ്, നമ്മുടെ ജഡമാണ്. അല്ലേ? അല്ലേ മാമേ? ശിഷ്യന്മാരതുകൊണ്ടല്ലേ ഉറങ്ങിപ്പോയത്? കർത്താവ് തന്നെ പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. പാസ്റ്ററെ എന്ത് ചെയ്യാനാ പാസ്റ്ററെ? ജഡം ബലഹീനം. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞു, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു. 1 കൊരിന്ത്യർ 9:27 വാക്യം ഒന്ന് വായിച്ച മകളെ. 1 കൊരിന്ത്യർ 9:27. ആ ആ ആ കണ്ടോ? പൗലോസ് പറയുക, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്. എന്തുവാ അതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ പോയി ഒരു ചാട്ടവാറ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അടിക്കുമെന്നാണോ? ആണോ? ദേഹം മുറിക്കുമെന്നാണോ? പല വിശ്വാസങ്ങളിലും അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ട്. അവരെ തന്നെ എന്ത് ചെയ്യുക? മുറിക്കുക, അടിക്കുക. സ്തോത്രം. അതൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തെ എങ്ങനെയാ കീഴടക്കുന്നത്? ഈ ജഡത്തെ എങ്ങനെയാ കീഴടക്കുന്നത്? സ്തോത്രം. ആമേൻ. അതിനെ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാ. ആത്മാവിനാലാണ് നമ്മൾ ജഡത്തെ ജയിക്കുന്നത്. ആത്മശക്തി കൂടുതൽ നമ്മിലേക്ക് വരണം. ആത്മാവിനാൽ ജഡത്തെ ജയിക്കാൻ നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ഈ ജഡം ഇങ്ങനെ വളരുന്നതിൻ്റെ കാര്യം ഈ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള മാർഗം
ജഡത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാതെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഉപവാസവും പ്രാർത്ഥനയും. ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ ജഡത്തെ ജയിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. കണ്ണിനെല്ലാം നോക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ കണ്ണുമായി നിയമം ചെയ്തവർ ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കാതിരിക്കാനൊരു കൃപ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. എല്ലാം കേൾക്കുന്നത് ഇഷ്ടമാണ് ഈ ജഡത്തിന്, പക്ഷേ സ്തോത്രം, ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായാൽ ആ കേൾവിയുടെ മണ്ഡലത്തെ നിയന്ത്രിക്കാനുള്ള കൃപ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്തും പറയാനുള്ള ആഗ്രഹമായി ജഡത്തിനുള്ളതല്ലേ? എന്ത് ദുഷിപ്പും അകത്തുനിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് ചാടും. മനുഷ്യൻ്റെ അകത്തു നിന്ന് വരുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പക്ഷേ ദൈവത്തോട് പറയുമോ? വചനം പറയുന്നത് പോലെ, ദൈവമേ എൻ്റെ വായ്ക്കൊരു കാവലേർപ്പെടുത്തണമെന്ന്, എൻ്റെ അധരദ്വാരം കാക്കണമെന്ന്. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ്ക്ക് കടിഞ്ഞാണിട്ട് കാക്കുവാൻ, അശുദ്ധമായതൊന്നും പറയാതെ, അശുദ്ധമായതൊന്നും ആമേനല്ലേ പുറത്തോട്ട് വിടാതെ, അധരത്തിനൊരു ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചാൽ, അതാ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ അനുഗ്രഹത്തിന് തടസ്സം നമ്മുടെ ജഡമാണ്. ഈ ജഡത്തെ ജയിക്കാൻ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നമ്മൾ ഇതിന് മേൽ ജയമെടുക്കും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. അങ്ങനെ സംഭവിച്ചാൽ ചില ബന്ധനങ്ങൾ അഴിയും. സ്തോത്രം. ചില പോരാട്ടങ്ങൾ അഴിയും, ചില പ്രതിസന്ധികൾ മാറുമെന്നേ. നിന്റെ ആരാധന അനുഭവം മാറും. സ്തോത്രം, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കും. ഒന്ന് പ്രാർത്ഥിക്കുമോ? റോമാലേഖനം 12:1 നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? വായിച്ചു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇന്ന് പകൽക്കാലം ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ദൈവം പറയുക, അതിനെ ഒന്ന് യാഗമായി സമർപ്പിച്ചേച്ച് പോയിക്കേ. പാട്ട് പാടുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ പറയാറുണ്ട്. ആ ചുമ്മാ പറച്ചിലല്ല, ഇന്ന് ഞാനിതിനെ സമർപ്പിക്കുന്നു. സ്തോത്രം. വചനം പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നീതിയുടെ ആയുധങ്ങളായി ഇതിനെ സമർപ്പിക്കണം. സ്തോത്രം. എത്ര പേരൊന്ന് സമർപ്പിക്കും? ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസമല്ലേ? ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ക്രമം നന്നായാൽ വാക്യ അനുഗ്രഹമുണ്ടാകും. ഇന്ന് പകൽക്കാലം ഈ ശരീരത്തെ ഒന്ന് സമർപ്പിക്കുമോ? സ്തോത്രം. ഈ ശരീരത്തെ ഒന്ന് സമർപ്പിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ടിന്ന് സമർപ്പിക്കുകയാണ്. സ്തോത്രം. തുറന്നുള്ള ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. ഈ സമർപ്പണം പൂർണ്ണമായാൽ ഇനി നിങ്ങൾ ഉറങ്ങില്ല, ഇനി നിങ്ങൾ ക്ഷീണിക്കത്തില്ല, ഇനി നിങ്ങൾ അലസത കാണിക്കില്ല. അബ്രഹാമിനെ പോലെ ഉഷാറായി, ഉത്സാഹത്തോടെ, ആത്മാവിൽ മടുപ്പില്ലാത്തവരായി സേവിക്കും. കാരണം പിശാച് നിങ്ങളുടെ അടുത്ത് വരില്ല. സമർപ്പിക്കപ്പെട്ട യാഗപീഠത്തിൽ വെച്ച ഒന്നിനകത്ത് ഒരു ശത്രുവിനും അവകാശമില്ല. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം എല്ലാവരും തങ്ങളെ തന്നെ ഒന്ന് മുദ്രയിട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി ഈ മന്ദിരമൊന്ന് മാറട്ടെ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ഉറപ്പ് പറയാം. ആമൻ. ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ക്ഷീണമൊക്കെ മാറുമെന്നേ.